കഴിഞ്ഞ വീഡിയോയിൽ DNA ഐസൊലേറ്റ് ചെയ്യാനുള്ള ജനറൽ സ്റ്റെപ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഓരോ സോഴ്സിൽ നിന്നും DNA എങ്ങനെയാണ് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറാണ് നോക്കുന്നത്. ടിഷ്യൂ അനുസരിച്ച് ജനറൽ സ്റ്റെപ്പിൽ നിന്ന് കുറച്ച് വ്യത്യാസം ഉണ്ടാകും. യൂസ് ചെയ്യുന്ന കെമിക്കലും അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറിലൊക്കെ ചെറിയ ഡീവിയേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം പ്ലാന്റ് സെല്ലിൽ നിന്ന് എങ്ങനെയാണ് DNA ഐസൊലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഈ കാണിച്ചിരിക്കുന്നത് പ്ലാന്റ് സെല്ലിൽ നിന്ന് DNA ഐസൊലേറ്റ് ചെയ്യാനുള്ള ഒരു ജനറൽ പ്രൊസീജിയറാണ്. അപ്പോൾ ഫസ്റ്റ് സാമ്പിൾ പ്രിപ്പറേഷൻ. സാമ്പിൾ എന്ന് പറയുമ്പോൾ എപ്പോഴും യങ് പ്ലാന്റ് പാർട്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം മെച്യൂർ ആവും തോറും പ്ലാന്റ് പാർട്സ് മെച്യൂർ ആവും തോറും അതിൽ ഹൈ ന്യൂക്ലിയസ് ആക്ടിവിറ്റി ഉണ്ടായിരിക്കും. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഈ ന്യൂക്ലിക് ആസിഡിനെ ഡീഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്ന എൻസൈംസ് ആണ്. അപ്പോൾ അത് നമുക്ക് ഇൻടാക്റ്റ് ആയിട്ടുള്ള DNA കിട്ടാനുള്ള സാധ്യത കുറയ്ക്കും. അതുകൊണ്ട് മെച്യൂർ പ്ലാന്റ് പാർട്സിനെ ഒഴിവാക്കുക DNA ഐസൊലേറ്റ് ചെയ്യാനായിട്ട്. കഴിയുന്നതും യങ് പ്ലാന്റ് പാർട്സ് എന്നത് യങ് ലീവ്സ് ആണ് സാധാരണയായിട്ട് DNA ഐസൊലേഷനായിട്ട് ഉപയോഗിക്കുക. ഇനി നമുക്ക് പ്രൊസീജിയർ നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ഗ്രൈൻഡ് ദ ടിഷ്യൂ യൂസിങ് ലിക്വിഡ് നൈട്രജൻ ഓർ CTAB ബഫർ. SDS-ഉം CTAB-ഉം ആണ് ഡിറ്റർജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക. പ്ലാന്റ് പാർട്ടിൽ നിന്ന് DNA ഐസൊലേറ്റ് ചെയ്യുമ്പം CTAB ബഫറാണ് യൂസ് ചെയ്യുക. ലിക്വിഡ് നൈട്രജൻ എപ്പോഴും കുറച്ച് മ്യൂസ്ലേജ് ഉള്ള അല്ലെങ്കിൽ സെക്കുലൻ്റ് ആയിട്ടുള്ള പ്ലാന്റ് പാർട്സ് അതിൽ നിന്ന് DNA ഐസൊലേറ്റ് ചെയ്യുമ്പോഴാണ് ലിക്വിഡ് നൈട്രജൻ ഉപയോഗിക്കാറ്. അപ്പോൾ ആദ്യം പ്ലാന്റ് പാർട്ട് എടുക്കുക, എന്നിട്ട് അതൊരു മോട്ടർ ആൻഡ് പെസലിൽ വെച്ചിട്ട് CTAB-ഓ അല്ലെങ്കിൽ ലിക്വിഡ് നൈട്രജനോ ഉപയോഗിച്ച് നന്നായി ഗ്രൈൻഡ് ചെയ്യുക. ഗ്രൈൻഡ് ചെയ്തതിൻ്റെ ശേഷം ഒരു മൈക്രോഫ്യൂജിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുക. അടുത്ത സ്റ്റെപ്പ്, ആഡ് 500 മൈക്രോലിറ്റർ ഓഫ് മെർകാപ്റ്റോ എത്തനോൾ ആൻഡ് 10 മൈക്രോലിറ്റർ പ്രോട്ടീനേസ് K. ഇത് രണ്ടും ഡീപ്രോട്ടീനൈസേഷന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മെർകാപ്റ്റോ എത്തനോൾ നമ്മൾ ജനറൽ പ്രൊസീജിയറിൽ പറഞ്ഞിട്ടില്ല. ഇത് നമുക്ക് ഓരോ ലാബിലും അവർ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയറിന് ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ഞാൻ എൻ്റെ PhD ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്തിരുന്ന മെത്തേഡാണ്. അപ്പോൾ ഈ മെർകാപ്റ്റോ എത്തനോളും ഡീനേച്ചറിങ് പ്രോട്ടീൻ ഡീനേച്ചറേഷന് വേണ്ടി തന്നെ ഉപയോഗിക്കുന്നതാണ്. അപ്പം ഈ രണ്ട് കെമിക്കൽ ഈ മൈക്രോഫ്യൂജ് ട്യൂബിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് അത് ഇൻവേർട്ട് ചെയ്തു ആ ട്യൂബ് ഇൻവേർട്ട് ചെയ്തുകൊണ്ട് ആ റിയാക്ഷൻ മിക്സ്ചറിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. Then incubate in 60 degrees Celsius for 30 minutes. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഈ ഹൈ ടെമ്പറേച്ചറിൽ ഇൻക്യുബേറ്റ് ചെയ്യണതെന്ന്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CTAB ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഹൈ ടെമ്പറേച്ചറിലാണ്. അപ്പം സാധാരണ വാട്ടർ ബാത്തിൽ 60 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം ചൂടാക്കിയിട്ട് ആ ഹോട്ട് വാട്ടറിൽ വെക്കുകയാണ് ചെയ്യുക. ഇനി ഇൻ കേസ് വാട്ടർ ബാത്ത് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഈ മൈക്രോഫ്യൂജിൽ റിയാക്ഷൻ മിക്സ്ചറൊക്കെ ആഡ് ചെയ്തതിൻ്റെ ശേഷം അത് റൂം ടെമ്പറേച്ചറിൽ കുറച്ചധികം നേരം വെച്ചിരുന്നാലും മതി. നെക്സ്റ്റ് സ്റ്റെപ്പ്, ആഡ് RNase എൻസൈം 10 മൈക്രോലിറ്റർ ആണ്. RNase ഫോർ RNA ഡീഗ്രഡേഷൻ. അത് കഴിഞ്ഞാൽ ആഡ് ക്ലോറോഫോം ഐസോഎമൈൽ ആൽക്കഹോൾ. മർമർ മെത്തേഡ്, ഡീപ്രോട്ടൈനൈസേഷൻ്റെ മർമർ മെത്തേഡാണിത്. അപ്പോൾ ആൽക്കഹോൾ ഐസോഎമൈൽ ആൽക്കഹോളും ക്ലോറോഫോമും ആഡ് ചെയ്യുക. അപ്പം ക്ലോറോഫോം ആഡ് ചെയ്ത് കഴിയുമ്പോൾ 3 ലെയറായിട്ട് മാറും. റിയാക്ഷൻ മിക്സ്ചർ വിൽ സെപ്പറേറ്റ് ടു 3 layers: എക്വസ് ഫേസ്, ഇൻ്റർഫേസ് ആൻഡ് ഓർഗാനിക് ഫേസ്. 3 ലെയറായിട്ട് മാറുക എന്ന് പറയുമ്പോൾ എക്വസ് ഫേസ്, ഇൻ്റർഫേസ്, ഓർഗാനിക് ഫേസ്. ഇതിൽ എക്വസ് ഫേസിലാണ് ന്യൂക്ലിക് ആസിഡ് ഉണ്ടായിരിക്കുക. അപ്പം ഇൻ്റർഫേസ് എന്താണെന്നുള്ളതും ഓർഗാനിക് ഫേസിൽ എന്താണെന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിപ്പോൾ DNA ആണ് ഐസൊലേറ്റ് ചെയ്യേണ്ടത്. അതുള്ളത് എക്വസ് ഫേസിലായതുകൊണ്ട് അടുത്ത സ്റ്റെപ്പ് എന്താണ്? ട്രാൻസ്ഫർ ദ എക്വസ് ഫേസ് ടു എ ന്യൂ ട്യൂബ്. അത് മാത്രമേ ആവശ്യമുള്ളൂ. ബാക്കി 2 ലെയറും നമുക്ക് ആവശ്യമില്ല. അപ്പം എക്വസ് ഫേസ് പുതിയൊരു ട്യൂബിലേക്ക് എടുത്തു. എന്നിട്ട് അതിലേക്ക് ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ ആഡ് ചെയ്തു. ആഡ് ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ ടു ദ എക്വസ് ഫേസ് ആൻഡ് സെൻട്രിഫ്യൂജ്. അപ്പം ഐസോപ്രൊപ്പൈൽ ആൽക്കഹോളിൻ്റെ വോളിയം എന്ന് പറയുന്നത് എക്വസ് ഫേസിൻ്റെ വോളിയം എത്രയാണോ അത് ഇൻറ്റു 0.7. അപ്പോൾ ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ അത്രയും ക്വാണ്ടിറ്റിയാണ് ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിയുമ്പം DNA പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് അതൊരു പെല്ലറ്റ് ഫോമിൽ താഴെ സെഡിമെൻ്റ് ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഡീകാൻറ്റ് ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ ആൻഡ് വാഷ് യൂസിങ് എത്തനോൾ. അപ്പം ഈ DNA-യിൽ എന്തെങ്കിലും ഇംപ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അത് കളയാനായിട്ടാണ് എത്തനോൾ ഒഴിക്കുന്നത്. എന്നിട്ട് സെൻട്രിഫ്യൂജ് ചെയ്യുക. 10th
സ്റ്റെപ്പ് ഈസ് ഡീകാൻറ്റ് എത്തനോൾ, റിമൂവ് ദ ആൽക്കഹോൾ കംപ്ലീറ്റ്ലി. അപ്പം ഈ സെൻട്രിഫ്യൂജ് ചെയ്തതിൻ്റെ ശേഷം എത്തനോൾ ഒഴിച്ച് കളയുക. എന്നിട്ട് ആൽക്കഹോൾ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ആ ട്യൂബ് തുറന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പറിൽ ഇങ്ങനെ കമത്തി വയ്ക്കുക. അതിൻ്റെ ഓപ്പൺ ചെയ്തിട്ടുള്ള മൗത്ത് പാർട്ട് ടിഷ്യൂ പേപ്പറിൽ പ്രസ് ചെയ്ത് വയ്ക്കുക. അപ്പം എന്തെങ്കിലും ആൽക്കഹോളൊക്കെ സൈഡിലുണ്ടെങ്കിൽ അതിങ്ങനെ താഴെ ടിഷ്യൂ പേപ്പർ അബ്സോർബ് ചെയ്ത് എടുത്തോളും. എന്നിട്ട് നമ്മൾ സ്മെല്ല് ചെയ്ത് നോക്കുക ആ ട്യൂബ്. അപ്പം ആൽക്കഹോളിൻ്റെ മണം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. അപ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ട് എത്തനോൾ പോയിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ലാസ്റ്റ് സ്റ്റെപ്പ്, dissolve DNA pellet in nucleus free water or TE buffer and store at 4 degrees Celsius. ഇനി അടുത്ത വർക്ക് ചെയ്യുന്നത് വരെ നമുക്ക് ഈ DNA ഡിസോൾവ് ചെയ്തിട്ട് റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാം. പ്ലാന്റ് സെല്ലിൽ നിന്ന് DNA ഐസൊലേറ്റ് ചെയ്യേണ്ട പ്രൊസീജിയർ ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. കൂടുതൽ മനസ്സിലാക്കാനായിട്ട് മറ്റൊരു ചാനലിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഈ ക്ലാസ് കേട്ടതിന് ശേഷം ഓരോ കെമിക്കലും എന്തിനാണ് യൂസ് ചെയ്യണതെന്ന് പഠിച്ചതിന് ശേഷം ആ പ്രൊസീജിയറും കൂടെ കാണുമ്പം ഓർത്തിരിക്കാൻ കുറച്ചും കൂടെ എളുപ്പമുണ്ടായിരിക്കും. അപ്പം ഇത് ക്ലാസ് കേട്ടതിന് ശേഷം ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ടോളൂ കേട്ടോ.